Assalamualaikum. Welcome to Zina's Homemade Recipes. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞിട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മളൊരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ കർക്കിടക മാസമായാലും മരുന്ന് കുടിക്കാനൊരു സംഭവമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെരുകിയ മരുന്നെന്ന് പറയുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുക. അതിലേക്ക് വേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ എക്സ്ട്രാ നമ്മൾ കുറച്ച് തേങ്ങ, നെയ്യ് അങ്ങനത്തെ ഒക്കെയാണ് നമുക്ക് വേറെ എടുക്കേണ്ടി വരിക. അത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കിയത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിരം വീഡിയോ സെറ്റപ്പിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിൽ കുറച്ച് എനിക്ക് അറിയാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ മെയിൻ മരുന്ന്. തരിമരുന്ന് എന്ന് പറയും. 101 മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു പൊതിയായിട്ടാണ് ഇത് കിട്ടുക. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കി നന്നായിട്ട് വറുത്ത് പൊടിച്ച് അരിച്ചെടുത്തതാണിത്. ഇതിനി നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം തഴുതാമിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷമാണ് യൂസ് ചെയ്യുക. ഇത് തേറ്റാൻ പരല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നാണ്. ഇത് നമ്മൾ കുക്കറിൽ 5 വിസിൽ വരുന്നവരെ വേവിച്ച് ചതച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യുക. ഇത് കറുത്ത ഉണക്കമുന്തിരി, കൽക്കണ്ടം, കായം, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ ഇത് അജാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ജീരകങ്ങളും കൂടെ എടുത്തിട്ടുള്ളതാണ്. അതായത് ഇതിൽ വലിയ ജീരകമുണ്ട്, ചെറിയ ജീരകം, കരിഞ്ജീരകം, സാജീരകം, അങ്ങനെ ഒരുവിധം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ജീരകങ്ങളും ഇതിലുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുക, നമ്മൾ ഒരുമിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ധാന്യക്കൂട്ട്, ഇതിൽ എല്ലാ ധാന്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതും സെപ്പറേറ്റ് ആയിട്ട് ആണ് കിട്ടുക. നമ്മൾ വാങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്ന് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണിത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള മരുന്നിൻ്റെ അളവിൽ 4 കിലോ ശർക്കരയാണ് വേണ്ടത്. ഇതിനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ 8 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിൽ നിന്ന് പാലെടുക്കുക. ഇപ്പോൾ നമ്മൾ ജീരകങ്ങളും ധാന്യക്കൂട്ടും സെപ്പറേറ്റ് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിനി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ള വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുക്കണം. അതിനുശേഷം ഇത് തഴുതാമിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ 4 മണിക്കൂർ നല്ല തീയിൽ വേവിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം കെട്ടി വെക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ തന്നെ മെയിൻ മരുന്നും വേവിച്ചെടുക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ ജീരകത്തിൻ്റെയും ധാന്യക്കൂട്ടിൻ്റെയും കൂടെ മിക്സ് ചെയ്യുന്നില്ല. അത് മാത്രമായിട്ട് വേറൊരു വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞതിന് ശേഷമാണ് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളിത് 4 മണിക്കൂർ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ ഓൾറെഡി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് വേവിക്കാനായിട്ട് വെച്ചിരുന്നത്. എന്നാൽ പോലും നമ്മൾ നല്ലോണം ഇത് ഒന്നുകൂടെ അരച്ചെടുക്കണം. പണ്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ അമ്മിമേലൊക്കെ ഇട്ട് അരയ്ക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധാന്യത്തിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം അരച്ചെടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇതിലായിരുന്നു നമ്മൾ മരുന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് തഴുതാമ എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മൾ പച്ചവെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് മരുന്ന് അതിൽ വെച്ച് വേവിച്ചെടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ എടുക്കുകയാണ്. നേരത്തെ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ ഇത് നല്ലോണം ചൂട് തന്നിട്ടുണ്ട്. ഇനി മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പാലെടുക്കുകയാണ്. ഇത് ഇതിൻ്റെ 2ാം പാലാണ് നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ മാക്സിമം കുറച്ചെടുക്കുക. കാരണം കുറച്ച് വെള്ളം ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മെയിൻ മരുന്നാണ്. അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സിയിൽ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ധാന്യക്കൂട്ടും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലും വെള്ളം നമ്മൾ മാക്സിമം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം തന്നെയാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ്. നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി എടുത്ത വെള്ളം മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും എടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ കൽക്കണ്ടാണ്.
ഇനി നമ്മൾ ഇതിലേക്ക് ചവ്വരിയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 250 ഗ്രാമൊക്കെ ചേർത്തിട്ടുണ്ടാവും. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇന്ദുപ്പും കായവുമാണ് ഇടുന്നത്. ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത മരുന്നാണ്. അത് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് കൂവപ്പൊടിയും അതേപോലെ അജാളി എന്ന് പറഞ്ഞ മരുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. പക്ഷെ അത് രണ്ടും നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ചും കൂടെ അളവിൽ എടുത്തിട്ടുണ്ട്. വാങ്ങിക്കുന്ന മരുന്നിൽ ഇത്രയും ഉണ്ടായില്ല, കുറച്ചുകൂടെ അളവിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും ഇത് റെഡിയായി വരാൻ. അത്രയും ടൈം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ചധികം പണിയുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം അതിൽ അവർ കേട് കൂടാണ്ടിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ എന്തായാലും ചേർക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ സേഫാണ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 250 ഗ്രാം നാടൻ പശു നെയ്യാണ് ഒഴിച്ചത്. ഇതിപ്പോൾ നമ്മൾ 3 മണിക്കൂറായി ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പം 3 മണിക്കൂറിന് ശേഷമുള്ള പരുവാണിത്. ഇനിയും ഇത് കുറുകി വരാനുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേനാണ് ഒഴിക്കുന്നത്. 50 ഗ്രാം തേനാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 100 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ പറ്റാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്ന് എണ്ണ തെളിഞ്ഞു വരുന്നതായിട്ടും കാണാം. ഇതിലിപ്പം ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാകത്തിൽ നമുക്കിത് ഇറക്കി വെക്കണം. കൂടുതൽ ടൈം നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കുമ്പം ഭയങ്കരമായിട്ട് ഇത് കട്ടിയായി പോവും. അപ്പോൾ ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം നമ്മളത് ഒരിക്കലും അടുപ്പത്ത് വെക്കരുത്. കുറച്ച് സമയം കുറവായിപ്പോയാലും കുഴപ്പമില്ല. നമുക്കിത് കേടുകൂടാണ്ടിരിക്കാൻ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മരുന്നാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെന്തായാലും വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.